നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രമുഖരുടെ മണ്ഡലങ്ങൾ അവലോകനം ചെയ്യുന്ന റിസൾട്ട് അപ്ഡേറ്റിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയായ ബിഗ് ഫൈറ്റിൻ്റെ ഭാഗമായി നമ്മൾ നിയമമണ്ഡലമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ചർച്ചയിലേക്ക് സ്വാഗതം. നിയമമണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ നിയമം രണ്ട് പ്രമുഖ പാർട്ടികൾ, അതായത് രണ്ട് പ്രമുഖ സഖ്യങ്ങൾ മത്സരത്തിന് ഇറങ്ങുന്നു. പ്രമുഖ വ്യക്തിത്വങ്ങൾ തന്നെ മത്സരത്തിന് ഇറങ്ങുന്നു എന്നതുകൊണ്ട് പ്രസക്തമായ ഒരു മണ്ഡലമാണ്. ഒന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് മത്സരത്തിന് ഇറങ്ങുന്നു. ഇപ്പുറത്ത് സംസ്ഥാനത്തെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയുടെ സിറ്റിംഗ് മണ്ഡലമാണ്. അപ്പോൾ ഒരുപക്ഷെ ബി.ജെ.പിയുടെ അക്കൗണ്ട് പൂട്ടിച്ച മണ്ഡലം എന്നാണ് ശിവൻകുട്ടി തന്നെ പറയുന്നത്. അതിന് തുറക്കില്ല എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ആവർത്തിക്കുന്നത്. അപ്പോൾ ബി.ജെ.പിയുടെ അക്കൗണ്ട് പൂട്ടിച്ച മണ്ഡലത്തിൽ ആ അക്കൗണ്ട് തുറക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് തുറക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെ വരുന്നു. ഇപ്പുറത്ത് വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി അങ്ങനെ തുറക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ സിഗ്നിഫിക്കൻസ് ഉള്ള മണ്ഡലം. 82-ൽ ഒരുപക്ഷെ കെ കരുണാകരൻ സ്വന്തം മണ്ഡലത്തിനൊപ്പം രണ്ടാമത് മത്സരിക്കാൻ ഇറങ്ങിയൊരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ സിഗ്നിഫിക്കൻസ് ഉള്ളൊരു മണ്ഡലമാണ്. പലപ്പോഴും കോൺഗ്രസിന് വലിയ വോട്ട് ഷെയർ ഉള്ളൊരു മണ്ഡലമാണ്. അത് പലപ്പോഴും നിർണായകമാകുന്നൊരു മണ്ഡലം. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ കെ മുരളീധരൻ വന്ന് നേടിയ വോട്ട് ഒരു വലിയ രീതിയിൽ ഈ ഇലക്ഷൻ്റെ ഡിസിസീവ് ഫാക്ടറായി തന്നെ മാറിയൊരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ കേരളത്തിൻ്റെ വലിയ രീതിയിലുള്ള ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമായിട്ട് നിയമം മാറുകയാണ്. അപ്പോൾ നേമത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ വലിയ നാടകീയമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് രാജീവ് ചന്ദ്രശേഖർ സ്വയമേവ ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. തൊട്ട് പിന്നാലെ വി ശിവൻകുട്ടി ഒന്ന് പിന്മാറാനുള്ള ശ്രമം, അദ്ദേഹം ആരോഗ്യ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ വി ശിവൻകുട്ടി വരുന്നു. തൊട്ട് പിന്നാലെ അത് പ്രതിപക്ഷമടക്കം ആയുധമാക്കുന്നു. കാരണം വട്ടിയൂർക്കാവിൽ കെ സുരേന്ദ്രൻ മത്സരിക്കുന്നു എന്നുള്ള രീതിയിലുള്ളൊരു വാർത്തയൊക്കെ വരുന്ന സമയമാണ്. കെ സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കാൻ വരുന്നു, വി ശിവൻകുട്ടി ഇവിടുന്ന് പിന്മാറുന്നു. ഇതെല്ലാം CPM-ഉം ബി.ജെ.പിയും തമ്മിലുള്ള ഒരു അന്തർധാര സജീവമായതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള രീതിയിലൊക്കെ ഒരു നറേറ്റീവ് വരുന്നു. അവസാനം MV ഗോവിന്ദൻ തന്നെ ഇടപെടുന്നു. അദ്ദേഹം പറയുന്നു അങ്ങനെ ഇത് തിരുത്തുന്നു വി ശിവൻകുട്ടി പിന്നീട് പാർട്ടിക്ക് തന്നെ പന്തിട്ട് കൊടുക്കുന്നു. ഇത് പറയാൻ ഞാനാളല്ല, അതൊക്കെ പാർട്ടിയുടെ തീരുമാനമാണെന്നുള്ള രീതിയിൽ ശിവൻകുട്ടി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചിട്ടുള്ള മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തുന്നു. അപ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിൽ ശിവൻകുട്ടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഈ ശിവൻകുട്ടി തന്നെ ആയിരിക്കും CPM-ൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. കാരണം പല കാര്യങ്ങൾ കൊണ്ടും ശിവൻകുട്ടി സിഗ്നിഫിക്കൻ്റ് ആണ്. ശിവൻകുട്ടീനെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരാൾ CPM-നെ സംബന്ധിച്ചുള്ള മണ്ഡലത്തിൽ ഇല്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ശിവൻകുട്ടിയുടെ സ്ഥാനാർത്ഥി നമ്മൾ ഉറപ്പിക്കുന്നു. ഇപ്പുറത്ത് രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിനെ സംബന്ധിച്ചിടത്തോളം 2 സംഘടനാ മണ്ഡലങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ നിയമം. അപ്പോൾ ഈ ബുധനാഴ്ച ഇത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടത് തൊട്ട് പിന്നാലെ ഈ സംഘടനാ ഭാരവാഹികളുടെയൊക്കെ യോഗമൊക്കെ ചേരുന്നുണ്ട് മാരാർജി ഭവനിൽ. വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് ഇത് മൊബിലൈസ് ചെയ്യേണ്ടത്, വലിയ രീതിയിലുള്ള പദ്ധതിയാണ് ബി.ജെ.പിയും തയ്യാറാക്കുന്നത്. ഇനി കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസിനൊരു സ്ഥാനാർത്ഥി എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. കോൺഗ്രസ് ഇവിടെ ആരെ കൊണ്ടുവരും, ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്നാണ് അവസാന നിമിഷം വരെ നമ്മളൊക്കെ കേൾക്കുന്നത്. അപ്പം കോൺഗ്രസ് ഒന്നുകിൽ മണ്ഡലത്തിൽ നിന്ന് വളരെ സുപരിചിതനായ ഒരാൾ വേണം, അല്ലെങ്കിൽ ശബരിനാഥിനെ പോലെ ഒരാളെയാണ് ഇപ്പോൾ പരിഗണിക്കുന്നതൊക്കെയാണ് അവസാനം നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. ശബരിനാഥ് ഇത്തരത്തിലൊരു നീക്കത്തിന് തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. എങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം മുരളീധരൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു മുന്നേറ്റമുണ്ട്. ആ വോട്ടെങ്കിലും കയ്യിലേക്ക് നിർത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന് മുന്നിലുള്ളൊരു ചാലഞ്ച്. സത്യത്തിൽ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയമായിട്ട് തന്നെ ബന്ധപ്പെട്ട് തന്നെ വളരെ നാടകീയമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നൊരു മണ്ഡലം കൂടിയാണ് ഈ നിയമം എന്ന് പറയേണ്ടി വരും. ഈ നിയമത്തിൻ്റെ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ഒരു പാറ്റേണും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വലിയ നേട്ടമുണ്ടാക്കാനായിട്ടുണ്ട്. ഏകദേശം അതിൽ നിന്ന് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാനും 2024 എത്തുമ്പോൾ ബി.ജെ.പി അവിടെയും 22,000-ൽ പരം വോട്ടുകൾ ലീഡിൻ്റെ ഈ ലോക്സഭാ മണ്ഡലത്തിൽ ലീഡ് ചെയ്യാൻ ബി.ജെ.പിക്ക് ആവുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖറിന് വലിയ കോൺഫിഡൻസ് നൽകുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും സമാനമായി ബി.ജെ.പിക്ക് ലീഡ് ചെയ്യാനാവുന്നുണ്ട്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന സ്കോപ്പുള്ള ജയിക്കാനാവുമെന്നുള്ള ആശ കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ഫിക്സഡ് ആയിട്ടുള്ള ഒരു വോട്ട്, മാറ്റം വരുത്താത്തൊരു വോട്ട് ഷെയറും മണ്ഡലത്തിലുള്ളത് കൊണ്ട് ശിവൻകുട്ടിയും ആ ഒരു പ്രതീക്ഷയിലാണ്. ഇപ്രാവശ്യം ശിവൻകുട്ടി തന്നെ രംഗത്തിറങ്ങുമെന്നാണ് ഞാൻ വീണ്ടും ആണെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നിയമം ഒരു മത്സരത്തിന് ഒരുങ്ങുന്നത്. ടൈറ്റ് ഫൈറ്റ് തന്നെയല്ലേ നേമത്ത് ടൈറ്റ് ഫൈറ്റ് തന്നെയാണ് നടക്കാൻ പോകുന്നത്. നേരത്തെ ഈ വ്യക്തികളുടെ അപ്പുറത്തേക്ക് ഈ വരുന്ന തിരഞ്ഞെടുപ്പ് നേമത്തെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. 2016 ബി.ജെ.പി ഈ അക്കൗണ്ട് തുറക്കുന്ന അന്ന് കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറന്ന് O രാജഗോപാലാണ് അക്കൗണ്ട് തുറന്നത്. ആ അക്കൗണ്ട് 2021
വി ശിവൻകുട്ടി പൂട്ടിക്കുകയും ചെയ്തു. അവിടെ എനിക്ക് തോന്നുന്നു നേമം മണ്ഡലം 2006 വരെ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലുള്ള മത്സരം നടന്നിരുന്ന ഒരു മണ്ഡലമായിരുന്നു. 2011 കൂടിയാണ് ആ മണ്ഡലത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതെന്ന് തോന്നുന്നു. മണ്ഡല പുനർവിഭജനമൊക്കെ പുനർവിഭജനം, അതോടൊപ്പം തന്നെ മണ്ഡലത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിലുണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റം വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയായിരുന്നു. അത് സംഭവിച്ചെന്താ വെച്ചാൽ അതുവരെ എൻ ശക്തനായിരുന്നു രണ്ട് ടേം 2001 6 അവിടെ വിജയിച്ചത്. അതിനുശേഷമുള്ള തിരഞ്ഞെടുപ്പിൽ 2011 കോൺഗ്രസ് ആ മണ്ഡലം സമാജ്വാദി ജനതാദൾ എന്ന പാർട്ടിക്ക് മാറുകയാണ്. ഘടകകക്ഷിയായ ഇന്നത്തെ ജനതാദളിൻ്റെ ഒരു കഷ്ണമായിരുന്നു അതിന്. അങ്ങനെ അവിടെ ചാരുപ്പാറ രവി അവിടെ മത്സരിക്കാനെത്തുന്നു. ചാരുപ്പാറ രവി അവിടെ മത്സരിക്കാനെത്തിയതോടുകൂടി ആ മണ്ഡലം ഏതാണ്ട് 20,000 വോട്ടാണ് അവർക്ക് കിട്ടിയത്. അന്ന് UDF കിട്ടിയത്. അവിടെയാണ് അന്ന് ഉണ്ടായിരുന്ന ഒ രാജഗോപാൽ 2ാം സ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. അതിൻ്റെ തുടർച്ചയായി 2016 തിരഞ്ഞെടുപ്പിലെത്തുമ്പോൾ മറ്റൊരു വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. ആ മണ്ഡലം നേമം BJP പിടിച്ചെടുക്കുന്നു. അപ്പോൾ പിടിച്ചെടുക്കുന്നത് അതിൻ്റെ ഭൂരിപക്ഷം എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അവിടെ UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 13,000 ചില്ലാൻ വോട്ടാണ്. അന്ന് സുരേന്ദ്രൻപിള്ളി ആയിരുന്നു, അദ്ദേഹം നേരത്തെ മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്. 13,000-ഓളം വോട്ടിന് മാത്രമാണ് അന്ന് UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. അവിടെയാണ് ഈ BJPയുടെ ഒ രാജഗോപാൽ ആ മണ്ഡലം പിടിച്ചെടുക്കുന്നത്. അപ്പോൾ 2016 ഒ രാജഗോപാൽ വി ശിവൻകുട്ടിയെ തോൽപ്പിച്ചത് 8,671 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അവിടെയാണ് സുരേന്ദ്രൻപിള്ളയ്ക്ക് 13,861 വോട്ട് ലഭിച്ചത്. അങ്ങനെ ആ UDF ആ മണ്ഡലം കൈവിട്ടു പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ആ മണ്ഡലത്തിലേക്ക് UDF ഏതെങ്കിലും തരത്തിൽ സജീവമായി വന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. 2021 കെ മുരളീധരൻ തൻ്റെ അച്ഛൻ നേരത്തെ 82 മത്സരിച്ച് വിജയിച്ച ആ മണ്ഡലത്തിൽ ഒരു പോരാളിയായി ഒരുതരം രക്തസാക്ഷിയാകുമെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് ആ മണ്ഡലത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അദ്ദേഹം 3ാം സ്ഥാനത്തേക്കാണ് അദ്ദേഹം പോയത്. പക്ഷേ കോൺഗ്രസിൻ്റെ നഷ്ടപ്പെട്ട കുറേ വോട്ടുകൾ അത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. 36,000-ലധികം വോട്ടുകൾ. ഒരു പക്ഷേ ആ മണ്ഡലത്തിൽ കോൺഗ്രസിന് അത്രയും വോട്ടുകൾ ഉണ്ട് അതെ, എന്നുള്ളത് കൂടെ 36,000-ഓളം വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. അങ്ങനെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞപ്പോഴാണ് BJPയുടെ വോട്ടുകൾ പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞപ്പോഴാണ് ഈ ശിവൻകുട്ടിക്ക് ഈ മണ്ഡലം അന്ന് പിടിക്കാൻ കഴിഞ്ഞത്. ശിവൻകുട്ടി ഇപ്പോൾ പറയുന്നത് വി ഡി സതീശൻ അവിടെ മത്സരിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യം, ശക്തനായൊരു സ്ഥാനാർത്ഥി നേമത്ത് കോൺഗ്രസിന് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത്, അതാണ് അതിൻ്റെ അർത്ഥം. അത് കഴിയുമോ എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ മുന്നിൽ ഈ തെരഞ്ഞെടുപ്പുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അങ്ങനെ കഴിയുന്നില്ല എങ്കിൽ 2016 ആവർത്തിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ നേമത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രാധാന്യം. ഇത്തവണ BJP കുറച്ച് സീറ്റുകൾ പിടിച്ച് നിയമസഭയിൽ വരുമെന്നുള്ള നിലയിലാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ് അവർ പ്രവർത്തിക്കാറ്. പക്ഷേ ഈ രാജീവ് ചന്ദ്രശേഖർ അവിടെ മത്സരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേടിയ ആ വോട്ടിൻ്റെ ഭൂരിപക്ഷം വലിയ തോതിൽ നേമത്ത് 20,000-ലധികം വോട്ടുകൾ അന്ന് അദ്ദേഹത്തിന് അവിടെ ഭൂരിപക്ഷം കിട്ടാൻ കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അതിന് മുൻപ് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ 1ാം സ്ഥാനത്ത് BJP ആയിരുന്നു. അതെ. അതിനുശേഷം ഇപ്പോൾ നടന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിലെ 22 വാർഡുകൾ ചേർന്നതാണ് നേമം മണ്ഡലം എന്ന് പറയുന്നത്. ആ 22 വാർഡുകളിൽ 17 വാർഡുകളും BJP ആണ് ജയിച്ചത്. അതിൻ്റെ ഒരു കണക്കൂടെ നമുക്ക് നോക്കാമെന്ന് തോന്നുന്നു. അതെ. ഈ തദ്ദേശ കണക്ക് നോക്കിയാലേ NDAക്ക് 48,945 വോട്ട് ആണ് മൊത്തം കിട്ടിയിട്ടുള്ളത് ഈ നിയമമണ്ഡലത്തിൽ. LDFന് 41,032 വോട്ട് കിട്ടി. UDFനെ സംബന്ധിച്ചോളം 22,197 വോട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. അതായത് NDAക്ക് ഒരു 7,913 വോട്ടിൻ്റെ ക്ലിയർ ലീഡാണ് ഇവിടെ നിൽക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് മാത്രമല്ല, തിരുവനന്തപുരം ഭരിക്കുന്നത് BJP ആണ്. അതൊരു വലിയ ഫാക്റ്റാണ്. ഇത് ഭരിക്കുന്നത് BJP ആണ്. ഈ വാർഡുകളിൽ അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ 17 ഇടത്തും BJP ആണ് ഭരിക്കുന്നത്. അതോടൊപ്പം തന്നെ LDF വിജയിച്ചത് 5 വാർഡുകളിൽ മാത്രമാണ് അവിടെ LDF ഉള്ളത്. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിയമമണ്ഡലത്തിൽ 10 എണ്ണത്തിലായിരുന്നു BJP. അവിടെ നിന്നാണ് BJP ക്രമേണ ഈ വളർച്ച നേടുന്നത്. 2021 അത് 14 ഇപ്പോൾ അത് 17 ക്രമാനുഗതമായ വളർച്ച തദ്ദേശ. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ നേമത്ത് ഞാൻ മത്സരിക്കുമെന്ന് ഈ ആലോചനകളൊക്കെ നടക്കുന്നതിന് വളരെ മുമ്പ് തന്നെ പ്രഖ്യാപിച്ചത്. അദ്ദേഹം തന്നെയായിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഏകദേശം ധാരണയാണ്. അതൊന്നും മാറാനുള്ള സാധ്യതകളില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് വീണ്ടും
അവിടെ BJP സ്ഥാനാർത്ഥി ജയിച്ചാൽ കേരള പൊളിറ്റിക്സിൽ അതൊരു വലിയ മാറ്റമായിരിക്കും. 2016 രാജഗോപാലിൻ്റെ ജയത്തിനേക്കാൾ വലിയ തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് കേരള പൊളിറ്റിക്സിൽ ഉണ്ടാകുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ UDF അവിടെ ശക്തനായൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത്, എന്ത് സാധ്യതകളുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ശക്തനായൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ, കെ മുരളീധരൻ നേടിയ 36,000 വോട്ടിനടുത്തെങ്കിലും പിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, ഈ പറഞ്ഞതുപോലെ നേമം മണ്ഡലം ഒരുപക്ഷെ വീണ്ടും BJP അക്കൗണ്ട് വീണ്ടും തുറക്കുന്നൊരവസ്ഥയിലേക്ക് എത്തും. പക്ഷേ അതിനുള്ള സാധ്യതകൾ എത്രയുണ്ടെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അത്തരം സാധ്യതകളെ കഴിഞ്ഞ തവണയും BJP ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ മത്സരിച്ചത്. പക്ഷേ കഴിഞ്ഞ തവണ അവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അത് തന്നെ ആവർത്തിച്ചേക്കാനും സാധ്യതയുണ്ട്. അത് UDF സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് കൂടെ പരിഗണിച്ചായിരിക്കും അത് വരാൻ പോകുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ൻ്റെ ഒരു വോട്ട് നിലയുണ്ടല്ലോ. വോട്ട് നില ഇപ്പോൾ നിയമത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് കാര്യമായ മാറ്റമില്ലാതെ സ്റ്റേബിളായി പോകുന്ന ഒരു വോട്ട് നിലയാണ്. ഇപ്പം ആ കണക്കൊന്ന് പരിശോധിക്കാൻ തോന്നുന്നു. പിന്നെ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം 2006 50,135 വോട്ട്, 2011 എത്തുമ്പോൾ 50,076 വോട്ട്, വീണ്ടും 2016 എത്തുമ്പോൾ 59,142 വോട്ട്, അത് 2021 എത്തുമ്പോൾ 55,837 വോട്ട്. ശരാശരി ഒരു 50-55 ഇടയിൽ ഇങ്ങനെ കറങ്ങി നിൽക്കുന്ന, അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള CPM-ൻ്റെ വോട്ടുകൾ വലിയ മാറ്റമില്ലാതെ തുടരുന്നു. പക്ഷേ UDF-ൻ്റെ വോട്ടുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2011 കൂടി അവരുടെ വോട്ടുകൾ കുറയാൻ തുടങ്ങി. അവിടെയാണ് BJP കടന്നു വരുന്നത്. അതെ. ഒരു പക്ഷേ ഈ മണ്ഡല പുനർനിർണയം അതിനുശേഷം അതിനോടൊപ്പം തന്നെ ഈ UDF ഘടകകക്ഷിക്ക് കോൺഗ്രസ് ഈ സീറ്റ് വെച്ച് മാറുക, ഈ മണ്ഡലം ഒക്കെ കൂടി വരുമ്പോൾ ഈ മണ്ഡലത്തിന് ഒരു പൊതു രാഷ്ട്രീയ സ്വഭാവം മാറുന്നതായിട്ടാണല്ലേ ഈ ഒരു സീറ്റ് വെച്ച് മാറൽ, അതിനോടൊപ്പം തന്നെ മണ്ഡല പുനർനിർണയം. അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന BJPക്ക് ഉണ്ടായിരുന്ന കേരളത്തിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ അതിൽ അന്നവർക്ക് പിടിക്കാൻ കഴിഞ്ഞത്, നിയമത്തെ പിടിക്കാൻ കഴിഞ്ഞത് UDF-ൻ്റെ വോട്ടായിരുന്നു. ഇതിനകത്ത് മറ്റൊരു രസകരമായ കാര്യം കൂടിയുണ്ട്. ഈ 2021 ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരം ജയം ഉറപ്പിച്ചിട്ടാണ് BJP കുമ്മനം രാജശേഖരനെ രംഗത്തിറക്കുന്നത്. കുമ്മനം രാജശേഖരനെ രംഗത്തിറക്കി, കുമ്മനം രാജശേഖരൻ മത്സരത്തിന് ഇറങ്ങുന്നു. അദ്ദേഹത്തിന് ഏകദേശം മുൻ സ്ഥാനാർത്ഥി കിട്ടിയ രാജഗോപാലിന് കിട്ടിയ വോട്ടിനെ വെച്ച് നോക്കുമ്പോൾ കുമ്മനം രാജശേഖരൻ ഏകദേശം 15,925 വോട്ടുകളുടെ കുറവുണ്ടായിരുന്നു. അതിന് മറ്റു കാരണങ്ങളുണ്ട്. ഒന്ന്, രാജഗോപാലിൻ്റെ വ്യക്തിത്വം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു അവിടെ. ഇതിനകത്ത് രസകരമായ ഒരു ഫാക്ട് കൂടിയാണ്. അതായത് CPM-ന് 3,305 വോട്ടും അന്ന് കുറഞ്ഞു. അപ്പോൾ ഈ 2 പേർക്ക് വലിയ രീതിയിൽ വോട്ട് കുറഞ്ഞിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം 22,664 വോട്ട് കൂടുകയാണ് ഉണ്ടായത്. അപ്പോൾ കുമ്മനം രാജശേഖരൻ ഉണ്ടായിട്ടുള്ളൊരു വോട്ട് ചോർച്ചയുണ്ട്. BJP-നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖറുടെ ഒരു കാൽക്കുലേഷനിൽ ഇപ്പോൾ BJP-നെ സംബന്ധിച്ചിടത്തോളം BJP കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ട്, കുറച്ചുകൂടെ ജാഗ്രതയോടെ സമീപിക്കുന്നത് ആ ഒരു ഫാക്ടറിനെയാണ്. അതെ, അത് രാജഗോപാൽ അവിടെ ജയിക്കുന്നത്, അവിടെ അദ്ദേഹം 91 മുതൽ പല മത്സരങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ്. തോറ്റ് അങ്ങനെ ഒരു സഹതാപം അവിടെ ഉണ്ടെന്ന് പൊതുവിൽ ആ കാലത്തൊക്കെ ഒരു സംസാരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരു സഹതാപ തരംഗത്തിലാണ് രാജഗോപാൽ ജയിച്ചു വന്നത് എന്നുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, 91 മുതൽ അതിനു മുമ്പ് തന്നെ രാജഗോപാലിൻ്റെ പ്രവർത്തന കേന്ദ്രം തിരുവനന്തപുരമായിരുന്നു. ആ നിലയിൽ അദ്ദേഹത്തിന് വോട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം അവിടെ ശക്തമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. സമുദായ സംഘടനകൾക്ക് അങ്ങനെ ഒരു സ്വാധീനമുണ്ട്. സമുദായ സംഘടനകളല്ല, അതിനേക്കാൾ ഉപരിയായി സമുദായങ്ങൾക്കിടയിലുള്ള സ്വാധീനമാണ്. ഇപ്പോൾ പ്രധാനമായും BJP-യുടെ വോട്ടുകൾ എന്ന് പറയുന്നത് ഒരു സവർണ ഹിന്ദു വോട്ടുകളാണ് പ്രധാനമായും BJP വോട്ടുകളായി അവിടെ സമാഹരിക്കപ്പെടുന്നത്. അതിലൊരു പങ്ക് കോൺഗ്രസിൻ്റെ വോട്ടുകളായിരുന്നു. ഈ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഇവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റ് സമുദായങ്ങളിലേക്ക് കൂടി കടന്നു ചെല്ലാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. ഈ BJP-യുടെ ഈ കുമ്മനം രാജശേഖരൻ്റെ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട് BJP-യിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ ഈ നായർ വിഭാഗത്തിൻ്റെ വോട്ടുകൾ, ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളൊക്കെ കുറഞ്ഞതായിട്ടുള്ളൊരു ഒബ്സർവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നായർ വിഭാഗത്തിൻ്റെയും ന്യൂനപക്ഷങ്ങളുടെയൊക്കെ അകൽച്ചയാണ് കുമ്മനം രാജശേഖരനിലേക്ക് എത്തുമ്പോൾ ഇത്രയും വോട്ട് കുറയാൻ ഉണ്ടായൊരു സാഹചര്യം എന്നുള്ള രീതിയിൽ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. അത് രാജഗോപാലും കുമ്മനം രാജശേഖരും നായരാണെങ്കിൽ പോലും രാജഗോപാലിനെയാണ് പക്ഷേ യഥാർത്ഥ നായരായിട്ട് അവർ അംഗീകരിക്കുക. അറിയില്ല, അത് നമുക്ക് അത്തരം ചർച്ചകളിലേക്ക് പോകേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. മറിച്ച് രാജഗോപാലിന് വ്യക്തിപരമായി മണ്ഡലത്തിലുള്ള ഒരു സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചന്ദ്രശേഖരനെ യഥാർത്ഥ നായരായിട്ട് അംഗീകരിക്കുമോ എന്നുള്ളതാണ് അത് വേറൊരു കാര്യം. നമ്മൾ അത്തരം സമുദായ ചർച്ചകളിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇവരുടെ വോട്ട് ബേസ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ സവർണ ഹിന്ദു വോട്ട് ബേസാണ് അവിടെ BJP നേടിയെടുത്തിരിക്കുന്നത്. ആ വോട്ട് ബേസ് ഇപ്പോൾ നേടുന്നതല്ല, അത് കഴിഞ്ഞ അനേകം തെരഞ്ഞെടുപ്പുകളിലൂടെ ഉണ്ടാക്കിയെടുത്തൊരു വോട്ട് ബേസാണ്.
അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യം അത് റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങിയത്. ഒരു ഘട്ടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു അവിടെ മത്സരിച്ചിരുന്നത്. അങ്ങനെ ഒരു 1,00,000 വോട്ടുകൾ 90കളിൽ തന്നെ അവരവിടെ നേടുന്നുണ്ട്. അങ്ങനെ അത് ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നിട്ട് ആണ് നിയമസഭാ സീറ്റുകളിലേക്കും ആ വോട്ടുകൾ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ആളാണ് രാജഗോപാൽ. അതായത് സംഘപ്രവർത്തകൻ മാത്രമല്ല, ആ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരാൾ കൂടിയാണ് രാജേട്ടൻ എന്നറിയപ്പെടുന്ന രാജഗോപാൽ. ആ ഒരു വോട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ വ്യക്തിപരമായൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ആ അഡ്വാൻറ്റേജ് കുമ്മനൻ്റെ ആശയം മത്സരിച്ചപ്പോൾ കിട്ടിയില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് കുമ്മനത്തിന് വോട്ട് കുറഞ്ഞു എന്ന് പറയുന്നത്. ഒരു സാമുദായിക ഘടകമല്ല അതിൽ. അത് മറ്റൊരു കാര്യമാണ്. വ്യക്തിപരമായി ഒരാൾ പല തവണ തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്നു, വീണ്ടും ജനങ്ങളെ സമീപിക്കുന്നു. തരൂരിൻ്റെ ഒരു പിന്നെ മന്ത്രിയായിരുന്നു അദ്ദേഹം, കേന്ദ്രത്തിൽ റെയിൽവേ മന്ത്രിയായിരുന്നു. ആ സമയത്ത് കാര്യമായി ഒന്നും ചെയ്തില്ല എങ്കിൽ പോലും ഒരു കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാൾ വന്ന് മത്സരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. കുമ്മൻ രാജശേഖരനേക്കാളും കുറേ കൂടെ സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് അദ്ദേഹം. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ അത് എത്രമാത്രം സ്വീകാര്യനാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷേ ആ സ്വീകാര്യത കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതായത് 20,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ നേമം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയെന്നുള്ളൊരു വസ്തുതയാണ്. മറ്റ് പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ശശി തരൂരാണ് മുന്നിൽ വന്നതെങ്കിലും നേമം മണ്ഡലത്തിൽ അദ്ദേഹത്തിനായിരുന്നു വോട്ടിൽ കൂടുതൽ കിട്ടിയത്. വളരെ കാര്യമായി തന്നെ ഒരു വോട്ട് നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് അദ്ദേഹം വീണ്ടും ഈ മണ്ഡലം പിടിക്കാൻ കഴിയുമെന്നുള്ള നിലയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ മത്സരിക്കുന്നതിന് വഴി അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ 4-5 മണ്ഡലങ്ങളാണ് ഇത്തവണ BJP ജയസാധ്യതയുള്ള മണ്ഡലങ്ങളായി കൽപ്പിക്കപ്പെടുന്നത്, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. വി മുരളീധരനെ പോലുള്ള ആളുകൾ കഴക്കൂട്ടത്ത് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടുവെങ്കിൽ പോലും അദ്ദേഹം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. പക്ഷെ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് BJPയുടെ വിജയത്തിന് വേണ്ടി ദീർഘകാലമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് കഴിഞ്ഞ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടാക്കിയ ആ നേട്ടം. കോർപ്പറേഷൻ അതിലൂടെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 50 സീറ്റാണ് കോർപ്പറേഷനിൽ കിട്ടിയത്. കേവല ഭൂരിപക്ഷത്തിന് ചെറിയ കുറവുണ്ടെങ്കിൽ പോലും ആ ഒരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, അതും തലസ്ഥാനത്ത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള BJPയെ സംബന്ധിച്ചൊരു വലിയ മുന്നേറ്റമാണ്. ആ മുന്നേറ്റം നേമം പോലുള്ള മണ്ഡലങ്ങളിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ഡൽഹി വരെ ആഘോഷിച്ച മുന്നേറ്റമാണ്. ഡൽഹി വരെ ആഘോഷിച്ചിട്ടുണ്ട്. ഇവിടുന്ന് കൗൺസിലർമാരെ, BJPയുടെ കൗൺസിലർമാരെല്ലാം ഡൽഹിയിലേക്ക് വിളിച്ച് നരേന്ദ്രമോദി അവരെ അഭിസംബോധന ചെയ്ത് അവരോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമായി ആഘോഷിക്കപ്പെട്ട വലിയ ഒരു സ്നേഹപ്രകടനം. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, അവർ പറഞ്ഞത് തിരുവനന്തപുരം നഗരസഭ പിടിച്ചതുപോലെയാണ് ഞങ്ങൾ ഗുജറാത്തിൽ അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയാണ് ആദ്യം പിടിച്ചത്, അങ്ങനെയാണ് ഞങ്ങൾ ഗുജറാത്തിൽ ഭരണം പിടിച്ചത്, ആ നിലയിൽ തിരുവനന്തപുരം പിടിച്ച് ഞങ്ങൾ കേരളം പിടിക്കുമെന്നാണ് ഇപ്പോൾ അവരുടെ അവകാശവാദം. ആ അവകാശവാദമൊക്കെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിൽ പോലും ഈ പറയുന്ന നേമം മണ്ഡലം അവർക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ കൂടി അത് പ്രതിഫലിക്കാനുള്ള സാധ്യതകൾ. വട്ടിയൂർക്കാവ് പോലെയുള്ള മണ്ഡലങ്ങൾ. വട്ടിയൂർക്കാവിൽ പക്ഷേ LDFും UDFും തമ്മിലുള്ള നേരിട്ട മത്സരമാണ്. ഇപ്പോൾ K മുരളീധരൻ മത്സരരംഗത്ത് വന്നതോടുകൂടി K മുരളീധരനും പ്രശാന്തും തമ്മിലുള്ള മത്സരമായി അത് മാറിക്കഴിഞ്ഞു. ഇനി BJP സ്ഥാനാർത്ഥി വന്നാൽ 3ാം സ്ഥാനത്ത് മാത്രമേ വട്ടിയൂർക്കാവിൽ അദ്ദേഹം ഒരുപക്ഷെ K മുരളീധരൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അവർ തമ്മിലുള്ള മത്സരമായി മാറിക്കഴിഞ്ഞിരുന്നു. ഇനി നേമത്ത് ഈ പറഞ്ഞതുപോലെ ഒരു ത്രികോണ മത്സരമായി മാറി. ഇപ്പോൾ NDAയും LDFും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ ഉള്ളത്. ഇതിലൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ശക്തനായൊരു സ്ഥാനാർത്ഥിയെ UDFന് രംഗത്തിറക്കാൻ കഴിയണം. അതിനാരുണ്ട് എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ടത് കോൺഗ്രസ്സുകാരാണ്. ആരാണ് സാഹസത്തിന് തയ്യാറാവുക എന്നുള്ളതായിരിക്കും വലിയ സാഹസപരമായ കാര്യമാണ്. സാഹസം ആണെന്ന് പറഞ്ഞാലും അസാധ്യമായൊരു കാര്യമൊന്നുമല്ല. അതെ അതെ അതെ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം തിരുവനന്തപുരം നഗരസഭയിൽ 10 സീറ്റുണ്ടായിരുന്ന UDFന് അവിടെ നടത്തി കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അത് 19 സീറ്റ് വരെയാക്കി വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായ കാര്യമല്ല. പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അവർക്കുണ്ടായ ക്ഷീണം അവരുടെ സംഘടനാശേഷിയെ ഭയങ്കരമായി തളർത്തിക്കളഞ്ഞു. ഈ നിയമമണ്ഡലത്തിൽ അതാണ് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമായിട്ട് എല്ലാവരും പറയാറ്. ഈ ഘടക കക്ഷിക്ക് ഈ സീറ്റ് വെച്ച് മാറിയതോടെ ഉണ്ടാകുന്ന ഒരു കോൺഗ്രസിൻ്റെ സംഘടനാ തലത്തിൽ വലിയ രീതിയിലുള്ള തളർച്ച ഉണ്ടായതായിട്ടാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുക. ഈ നിയമത്തിൽ പ്രത്യേകിച്ചും കോൺഗ്രസിനൊരു സംഘടനാശേഷി ദുർബലമാണെന്ന് തന്നെ പറയേണ്ടി വരും എന്ന സാഹചര്യത്തിലേക്കൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. അതെ, 2021 പക്ഷേ അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്.
മുരളീധരൻ മത്സരരംഗത്ത് വന്നതോടുകൂടി അത് പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 36,000 വോട്ട് കിട്ടിയത്. കാരണം 13,000 വോട്ടിൽ നിന്നാണ് 36,000 വോട്ടാക്കി അദ്ദേഹം ഇതിനെ വർദ്ധിപ്പിക്കുന്നത്. മാത്രമല്ല പിന്നീട് വന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ വോട്ട് പിടിക്കാൻ കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 2ാം സ്ഥാനത്താണ്. ഇപ്പോൾ 2ാം സ്ഥാനത്താണെങ്കിൽ പോലും LDFനെ 3ാം സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടാണ് അവർ 2ാം സ്ഥാനത്ത് വരുന്നത്. ക്ലിയർ ആയിട്ടുള്ളൊരു അതെ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ അവർക്ക് സീറ്റ് നിയമമണ്ഡലത്തിലല്ല, മറ്റ് പ്രദേശങ്ങളിൽ തിരുവനന്തപുരം നഗരസഭയിൽ പിടിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ നിലയിൽ അവരുടെ സംഘടനാ ബലത്തെ ശക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനും അതുപോലെ തന്നെ വോട്ട് സമാഹരിക്കാനും കഴിയുന്ന ഒരു ശേഷി ആർജിക്കാൻ കഴിഞ്ഞാൽ നേമത്തൊരു ത്രികോണ മത്സരം. പക്ഷേ ഒരു കരുത്തനായ ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ ശശി തരൂരിനെ പോലെ, നമുക്ക് ശശി തരൂർ തന്നെ റെഫറൻസ് വെച്ച് പറയാം, അങ്ങനെ ഒരാളെ അവിടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, അല്ലെങ്കിൽ കെ മുരളീധരനെ പോലെ ഒരാൾ വരികയാണെങ്കിൽ വലിയ രീതിയിലൊരു അട്ടിമറി കോൺഗ്രസിൻ്റെ ഭാഗത്ത്, കോൺഗ്രസ് ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമായി തന്നെ. മുരളീധരൻ വന്നിട്ടും കാര്യമില്ല എന്നുള്ള 2021 തെളിയിച്ചതാണ്. അതെ അതെ അതെ. ശശി തരൂരാണ്. ശശി തരൂർ പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരനേക്കാളും 20,000-ലധികം വോട്ടുകളുടെ പിന്നിലായിരുന്നു എന്നുള്ളൊരു സംഗതി കൂടിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, ഓക്കെ. പക്ഷേ അങ്ങനെ ഒരാളുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവരിപ്പം പറയുന്നത് വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കും, അവിടെ നേമത്ത് കാഴ്ചവെക്കും എന്ന് തന്നെയാണ്. ഇപ്പോൾ മുരളീധരനൊക്കെ പറയുന്നത് ഞങ്ങൾ ഇവരെ രണ്ടുപേരെയും കീഴ്പ്പെടുത്തി ഞങ്ങൾ ജയിക്കുമെന്നൊക്കെയാണ് അവരുടെ അവകാശവാദം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് നേമം കടന്നു പോകേണ്ടി വരും. എന്തായാലും നേമത്ത് വലിയ രീതിയിലുള്ള ഒരു മത്സരത്തിന് കളമൊരുങ്ങുകയാണ്. ഒരുപക്ഷേ സംസ്ഥാനത്ത് BJPയും LDFും അല്ലെങ്കിൽ NDAയും LDFും നേർക്ക് നേർ നിന്ന് പോരാടുന്ന ഒരു മണ്ഡലമെന്ന് രീതിയിൽ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾ വലിയ രീതിയിൽ കോൺഗ്രസ് ചർച്ച ചെയ്യുന്ന, കോൺഗ്രസിന് വലിയ ശക്തനായ ഒരു സ്ഥാനാർത്ഥി കൊണ്ടുവന്നാൽ ഒരുപക്ഷെ വലിയൊരു അട്ടിമറി വിജയത്തിന് കോൺഗ്രസിന് പ്രതീക്ഷയുള്ള മണ്ഡലം കൂടിയാണ് നേമമെന്ന് പറയാം. എന്തായാലും നേമത്തെ രാഷ്ട്രീയ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.